തീർച്ചയായിട്ടും ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ഈ ലോകത്ത് തന്നെ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും നല്ല ഒരു സാമ്പത്തിക കാര്യ വിദഗ്ധൻ. ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോ ഇന്ത്യയെ ആ സാമ്പത്തിക പ്രതിസന്ധിയിലൊന്നും ഉൾപ്പെടുത്താതെ സത്യത്തില് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന നിലനിർത്തിയ ദിഷണാശാലിയായിട്ടുള്ള ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ വലിയ തോതിലുള്ള ഭരണഘടനാപരമായിട്ടുള്ള ചുമതല അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം, വനാവകാശ നിയമം, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ഒട്ടനവധി നവീന ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിച്ചിരുന്നു. രാജ്യത്തെ പ്രതിസന്ധി ഘട്ടത്തിൽ ആരാണ് കരകയറ്റിയതെന്ന് ചോദിച്ചാൽ ഭാവിയിൽ അത് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് തന്നെയാണ് പേര് പറയാൻ. ഇന്ന് കാണുന്ന ഒട്ടേറെ പുരോഗതികൾക്ക് അടിത്തറ പാകിയതും ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി പ്രതിസന്ധി ഘട്ടത്തിൽ നയിച്ചതും ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ അതിശക്തമായി 10 വർഷക്കാലം ഇന്ത്യയെ നയിച്ചത് ആരാന്ന് ചോദിച്ചാൽ പോലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരാണ് നമ്മുടെയൊക്കെ മനസ്സിൽ വരിക. ചരിത്രത്തിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന്റെ ഒരു ഭരണ കാലഘട്ടം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജനകീയമായിട്ടുള്ള ജനപ്രിയമായ പദ്ധതികൾ കൊണ്ടുവന്നത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. അദ്ദേഹം മറ്റുള്ളവരെ പോലെ വാചാലമായിട്ട് ഒന്നും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ആളല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്തൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരു ശക്തമായ അഭിപ്രായവും പ്രതികരണമായിരുന്നു. എതിരാളികളെ നിഷ്പ്രഭരമാക്കുന്ന അദ്ദേഹത്തിന്റെ വിമർശനത്തിനെയൊക്കെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെയൊക്കെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശാലമായി കണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അത് നാം ഇന്ന് അനുഭവിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന് എങ്ങനെയാണ് രാജ്യം ഭരിച്ചാൽ എന്താണ് ഉണ്ടാകുന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. നമുക്ക് രാജ്യത്തിനും ലോകത്തിനും തന്നെ ഏറ്റവും വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വിയോഗം.